ഇതിന് മാത്രം മൊബൈൽ ഫോൺ എവിടുന്നാണ്? അതായത് ഇപ്പൊ വരുന്നൊരു വാർത്തയാണ്, ഒന്ന് ആലോചിച്ച് നോക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും വീണ്ടും മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ജയിൽ ന്യൂ ബ്ലോക്കിന്റെ പിറകുവശത്ത് നിന്നാണ് നിരോധിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത്. കാരണം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ജയിലിലെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം ആ ജയിലിനകത്ത് നിന്നും അവർക്ക് മൊബൈൽ ഫോണുകൾ അവർ വീണ്ടും വീണ്ടും കണ്ടെത്തുകയാണ്. അതിനർത്ഥം അപ്പോൾ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 7 മൊബൈൽ ഫോണോളം പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. അത് 2 ആഴ്ചയ്ക്ക് അടുത്താണ് 7 ഫോൺ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഫോണുകൾ അതായത് ഇപ്പം ഒരാൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ടും പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾ അകത്തേക്ക് കയറ്റി വിടുന്നത്. അതുപോലെ ഒരു പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത്രത്തോളം പരിശോധിച്ചിട്ടാണ് കയറ്റി വിടുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകളെല്ലാം അകത്തെത്തുന്നത്? അത് ഉത്തരം തരേണ്ടത് സത്യം പറഞ്ഞാൽ കേരള പോലീസാണ്, അവിടുത്തെ ജയിൽ അധികൃതരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തടവുകാരൻ ഫോൺ വിളിക്കുന്നതും പരിശോധനയ്ക്കിടെ കണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് അതായത് 3:40 നടത്തിയ പരിശോധനയിലാണ് ഫോൺ കണ്ടെത്തുന്നത്. അതായത് ജയിലിലെ മതിൽക്കെട്ടിൽ നിന്നും മൊബൈൽ ഫോണും പുകയില ഉൽപ്പന്നങ്ങളും ജയിലിനുള്ളിലേക്ക് എറിഞ്ഞു നൽകുന്നതിടെ 3 അംഗ സംഘത്തിലെ ഒരാൾ പിടിയിലാവുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാള് അപ്പുറത്ത് നിന്നും ഈ ലഹരി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഇപ്പുറത്തോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പുറത്ത് നിന്ന് അവർക്ക് വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പുറത്ത് നിൽക്കുന്ന ആളും അകത്തുള്ള ആളും ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അപ്പൊ ഇന്നലെ പിടിയിലായത് അക്ഷയ് എന്ന് പറയുന്ന ഒരു പനങ്കാവ് സ്വദേശിയാണ്. അതായത് പണം വാങ്ങി കഞ്ചാവ് ഉൾപ്പെടെ ജയിൽ തടവുകാർക്ക് മതിലിന് പുറത്ത് നിന്ന് എറിഞ്ഞു കൊടുത്തു എന്നാണ് ഇയാളെ പേരിൽ എടുത്തിരിക്കുന്ന കേസ്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് ജയിലിലെ സുരക്ഷ പരിശോധിക്കാനായി മുൻ DGP അന്ന് ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിൽ അന്ന് കണ്ണൂരിൽ ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു DGP പോലും സന്ദർശനം നടത്തിയിട്ടും ഇവിടെ ഇത്രത്തോളം മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നു എന്നുള്ളതും അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഈ ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത്രയും സുരക്ഷാ വലയത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷാ വലയമുള്ള ഒരു സെൻട്രൽ ജയിലാണ്. അപ്പൊ ആ ഒരു സെൻട്രൽ ജയിലിലേക്ക് ഒരാൾ വന്ന് ഇത്രയും ധൈര്യത്തോടു കൂടി ഈ മൊബൈൽ ഫോണും കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ലഹരി ഉൽപ്പന്നങ്ങളും എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ജയിലിന് എന്ത് സേഫ്റ്റിയാണ് ഉള്ളതെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നാളെ ഇതേ പോലീസുകാർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ഒരു വധശ്രമമോ അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഒരു തടവ് പ്രതികളെ വധശ്രമമോ പുറത്തു നിന്നും ഒരു വ്യക്തിക്ക് നടത്താനുള്ള സേഫ്റ്റി മാത്രമല്ലേ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും അവർക്ക് അകത്തോട്ട് എറിയാന്നുള്ളൊരു സംവിധാനമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ടും പോലീസ് നിരീക്ഷിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രം ഇത്രത്തോളം മൊബൈൽ ഫോണുകൾ പിടിക്കുക എന്ന് പറയുമ്പോൾ അത് അതിശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ടും ഇത് പോലീസ് വൃത്തങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ കൃത്യമായിട്ടും ഇത് പരിശോധിച്ച് അത് നിർത്തേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ മൊബൈൽ ഫോൺ ഒരു വ്യക്തിക്ക് അകത്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത് വളരെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത, കാരണം അതൊരു ജയിലാണ്. അപ്പോൾ ഒരു ശിക്ഷ ഡിമാൻഡ് ചെയ്തൊരു പ്രതികളായിരിക്കും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളായിരിക്കും അകത്ത് കിടക്കുന്നത്. അവർക്ക് പുറത്തു നിന്നും എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ ജയിലിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ജയിലിൽ കിടക്കുന്നതിന് തന്നെ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം.